നമസ്കാരം. മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിലേക്ക് നമുക്കൊരു ട്രെയിൻ യാത്ര പോയി വന്നാലോ? ഉത്തര കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് നഗരത്തിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ വടക്ക് കിഴക്കുമാറി മധൂർ ദേശത്ത് മധുവാഹിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മൊഗ്രാൽ പുഴയുടെ പടിഞ്ഞാറേക്കരയിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം. നമ്മുടെ ഇന്നത്തെ ട്രെയിൻ യാത്ര ഈ ഒരു മഹാക്ഷേത്രത്തിലേക്കാണ്. കാമദേവനെ വധിച്ച ശേഷമുള്ള ഉഗ്രഭാവത്തിൽ നിൽക്കുന്ന ഭഗവാൻ പരമശിവനും വലത്തോട്ട് തുമ്പിക്കൈ നീട്ടിയിരിക്കുന്ന സിദ്ധി വിനായകനുമാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകൾ. ഭഗവാൻ മഹാദേവന്റെയും ഭഗവാൻ വിഘ്നേശ്വരന്റെയും ദർശനത്തിനായുള്ള ഈ യാത്രയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ മനസ്സ് നിറഞ്ഞ് സ്വാഗതം ചെയ്യുകയാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എനിക്കൊരു ലൈക്ക് തന്ന് സഹായിക്കണേ. കേരളത്തിൽ നമ്മൾ എവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ, ട്രെയിൻ മാർഗം നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അത് കാസർഗോഡാണ് കേട്ടോ. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ക്ഷേത്രത്തിലേക്കുള്ള ദൂരം വെറും 8.3 കിലോമീറ്റർ മാത്രമാണ്. നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് കൊല്ലത്ത് നിന്നാണ്. ട്രെയിൻ നമ്പർ 166-04 മാവേലി എക്സ്പ്രസ്സിലാണ് നമ്മുടെ യാത്ര. തിരുവനന്തപുരത്ത് നിന്ന് എല്ലാ ദിവസവും രാത്രി 7:25 ആരംഭിച്ച് ആലപ്പുഴ വഴി മംഗലാപുരം വരെ പോകുന്ന ഒരു ട്രെയിനാണ് മാവേലി എക്സ്പ്രസ്. ട്രെയിൻ കൊല്ലത്തെത്തുന്ന സമയം രാത്രി 8:30 നമ്മൾ സ്ലീപ്പർ ടിക്കറ്റ് ആണ് എടുത്തേക്കുന്നത്. കൊല്ലത്ത് നിന്ന് കാസർഗോഡ് വരെ ഒരാൾക്ക് സ്ലീപ്പർ ടിക്കറ്റ് ചാർജ് 325 രൂപയാണ്. ഏകദേശം 10 മണിക്കൂറോളം യാത്രയുണ്ട് കൊല്ലത്ത് നിന്ന് കാസർഗോഡ് വരെ. ട്രെയിൻ തൊട്ടടുത്ത ദിവസം രാവിലെ ഒരു 7:15 കഴിയുമ്പോൾ കാസർഗോഡ് എത്തും. ട്രെയിൻ കറക്റ്റ് സമയത്താണ് ഓടുന്നതെങ്കിൽ 6:45 7 മണി അതിനുള്ളിൽ കാസർഗോഡ് എത്തുന്നതാണ്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ 1 നിന്ന് പുറത്തിറങ്ങുമ്പോൾ വലത് സൈഡിലായിട്ട് നമുക്ക് AC വെയിറ്റിംഗ് ഹാൾ കാണാനായി സാധിക്കും. മണിക്കൂറിന് 30 രൂപയാണ്. നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആണ് കേട്ടോ. അവിടെ പോയി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1 ക്ലോക്ക് റൂമിൽ പോയി നമ്മുടെ ലഗേജ് ഒക്കെ കൊണ്ടുവച്ചു. 15 രൂപയാണ് ചാർജ് 24 മണിക്കൂറത്തേക്ക്. അങ്ങനെ എല്ലാം കഴിഞ്ഞു വന്നപ്പോൾ സമയം രാവിലെ 8:15 കഴിഞ്ഞു. ഇനി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പുറത്തു വരുമ്പോൾ തൊട്ടടുത്ത് തന്നെ അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടുന്ന് 10 രൂപ ബസ് ടിക്കറ്റ് എടുത്ത് നേരെ പുതിയ ബസ് സ്റ്റാൻഡിൽ എത്തണം. നമ്മൾ 8:25 ആയപ്പോൾ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ നിന്ന് ബസ് കയറി 8:35 ആയപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡിലെത്തി. ഇവിടെ നിന്ന് നമുക്ക് എപ്പോഴും മധൂർ പോകാൻ ബസ് കിട്ടും. അങ്ങനെ 8:40 ആയപ്പോൾ നമ്മൾ ബസ് കയറി മധൂർ പോവുകയാണ്. ഒരാൾക്ക് 15 രൂപയാണ് കേട്ടോ. ക്ഷേത്രത്തിന്റെ മുൻപിൽ വരെ പോകുന്ന ബസ്സാണിത്. അതായത് ലാസ്റ്റ് സ്റ്റോപ്പ് നമ്മുടെ ക്ഷേത്രമാണ്. അങ്ങനെ കറക്റ്റ് രാവിലെ 9:15 ആയപ്പോൾ നമ്മൾ ക്ഷേത്ര സന്നിധിയിൽ എത്തിയിരിക്കുകയാണ്. ട്രെയിൻ മാർഗം വരുമ്പോൾ ക്ഷേത്രത്തിലേക്ക് എങ്ങനെ എളുപ്പത്തിൽ എത്തിച്ചേരാം എന്നുള്ളതിനെ പറ്റി വ്യക്തമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. എന്തായാലും ക്ഷേത്ര സന്നിധിയിലോട്ട് ദർശനത്തിനായിട്ട് നമുക്ക് പ്രവേശിക്കാം. എല്ലാ ദിവസവും അന്നദാനം നടത്തുന്ന ക്ഷേത്രം കൂടിയാണിത്. ഉച്ചയ്ക്ക് 12:30 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ക്ഷേത്രത്തിൽ അന്നദാനം തുടങ്ങും. നമ്മൾ അതിന് മുൻകൂട്ടിയായിട്ട് ടോക്കൺ എടുക്കാം. അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ പറഞ്ഞുതരാം. ക്ഷേത്ര ദർശന സമയം എല്ലാ ദിവസവും പുലർച്ചെ 5:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകുന്നേരം 5:30 മുതൽ രാത്രി 8:30 വരെയുമാണ്. ഇതുവരെയും ദർശനം നടത്താത്തവരാണെങ്കിൽ തീർച്ചയായും ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും ദർശനം നടത്തേണ്ട ഒരു മഹാക്ഷേത്രമാണ് കേട്ടോ ഇത്. ആദ്യമായിട്ടാണ് ഈ തിരുസന്നിധിയിലേക്ക് ഞാൻ ദർശനത്തിനായി എത്തുന്നത്. അതൊരു മഹാഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. എന്തായാലും നമുക്കിനി ക്ഷേത്രത്തിൻ്റെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കണ്ടും കേട്ടും സമയം ചിലവഴിക്കാം. മഹാദേവനും ഗണപതി ഭഗവാനുമാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകൾ എന്ന് ഞാൻ വീഡിയോയുടെ ആദ്യമേ പറഞ്ഞുവെങ്കിലും ഈ മഹാക്ഷേത്രത്തിൽ കൂടുതൽ പ്രസിദ്ധി മഹാഗണപതി ഭഗവാനാണ് കേട്ടോ. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ മഹാക്ഷേത്രം. എല്ലാ ദിക്കിൽ നിന്നുള്ള ഭക്തജനങ്ങൾ ഇവിടെ പല ഉത്സവങ്ങൾക്കും ഒത്തുകൂടുന്നുണ്ട്. ഇന്ന് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരം സർക്കാരിനാണ്. വേദ ക്ലാസ്സുകളൊക്കെ ഈ ഒരു ക്ഷേത്രത്തിൽ നടത്തി വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഈ ഒരു ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ കൂടുതലും മലയാള ബോർഡുകളെ കാട്ടി എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഒന്നെങ്കിൽ ഇംഗ്ലീഷ് ബോർഡും പിന്നെ അല്ല എനിക്ക് തോന്നുന്നു ഇവിടെ കന്നഡയാണോ തെലുങ്കാണോ എന്നറിയത്തില്ല. നമുക്ക് ആ ഒരു ഭാഷയുമായിട്ട് കണ്ടു പരിചയമില്ലല്ലോ. അപ്പം കന്നഡയാണെന്ന് തോന്നുന്നു. അതാണ് ഇവിടെ കൂടുതലായി സാധിക്കുന്നത്. എന്തായാലും മലയാളത്തെക്കാട്ടി കൂടുതൽ നിങ്ങൾക്ക് അന്യഭാഷയാണ് ഇവിടെ കാണാനായി സാധിക്കുന്നത് കേട്ടോ. പിന്നെ ക്ഷേത്രത്തിൽ ഉപദേവതകളായി കാശി വിശ്വനാഥനുണ്ട്, ദുർഗാ പരമേശ്വരിയുണ്ട്, സുബ്രഹ്മണ്യനുണ്ട്, ധർമ്മശാസ്താവുണ്ട്, വീരഭദ്രനുണ്ട്, ഹംസരൂപത്തിലുള്ള ഭഗവാൻ ശിവനും ഇവിടെ പ്രതിഷ്ഠകളുണ്ട്. കുമ്പള സീമ എന്നറിയപ്പെടുന്ന മായിപ്പാടി ദേശത്തെ പ്രധാനപ്പെട്ട 4 ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഇവിടെയുള്ള ഭഗവാൻ ഗണപതിയുടെ പ്രതിഷ്ഠ ചുവരിൽ നിന്ന് കോരിയെടുത്തുണ്ടാക്കിയതെന്നാണ് കേട്ടോ വിശ്വാസം. മേടമാസത്തിൽ വിഷു സംക്രമത്തിന് കൊടിയേറി 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം, ചിങ്ങമാസത്തിലെ വിനായക ചതുർത്ഥി,
കുംഭമാസത്തിലെ ശിവരാത്രി, അതേ മാസത്തിൽ നടക്കുന്ന മധൂർ ബേഡി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം. ഞാൻ പറഞ്ഞു ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും അന്നദാനമുണ്ടെന്ന്. അങ്ങനെ അന്നദാനം കഴിക്കാനായിട്ട് ആഗ്രഹമുള്ളവർ ക്ഷേത്രത്തിനുള്ളിലായിട്ട് തന്നെ നമുക്ക് ടോക്കൺ കിട്ടും. ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ടോക്കൺ കൊടുത്തു തുടങ്ങും. അതല്ല സമയത്തിന് വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദർശനത്തിനായിട്ട് രാവിലെ വരുമ്പോൾ ചോദിക്കാവുന്നതാണ്. എന്തായാലും 12:30-1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അന്നദാനം തുടങ്ങുന്നതാണ്. അവിടെ തന്നെ അന്നദാന മന്ദിരവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ നമ്മുടെ മൂക്കിൽ എപ്പോഴും ഒരു മണം കാണും. അത് ഭഗവാന്റെ അപ്പം, നമ്മുടെ ഗണപതി ഭഗവാന്റെ അപ്പമായ ഉണ്ണിയപ്പം. നല്ല ടേസ്റ്റാണ്. 25 രൂപയുള്ളൂ കേട്ടോ. ഞാൻ മേടിച്ചിട്ടുണ്ട്. നമുക്കത് ഇവിടുത്തെ കൗണ്ടറിൽ എഴുതി നമുക്ക് മേടിക്കാവുന്നതാണ്. ക്ഷേത്ര സന്നിധിയിൽ കയറുമ്പോൾ തന്നെ നമുക്കിവിടെ കൗണ്ടർ കാണാനായി സാധിക്കും. അതാണ് വഴിപാട് കൗണ്ടർ. അവിടെ നിന്ന് നമുക്ക് ഉണ്ണിയപ്പം എഴുതി മേടിക്കാവുന്നതാണ് കേട്ടോ. നല്ല നെയ്ക്കകത്തൊക്കെ ഇട്ട് സെറ്റ് ചെയ്തെടുത്ത ഉണ്ണിയപ്പമാണ്. ഇതേ കണ്ടില്ലേ, ഒരെണ്ണത്തിൽ 4 ഉണ്ട്. മിനിമം 4 ഉണ്ട്. 25 രൂപയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ എന്തായാലും ഒരെണ്ണം മേടിച്ചു. ഇതിവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായ ഒരു വഴിപാടാണ് കേട്ടോ. ഇവിടുത്തെ അപ്പം വഴിപാട് നമ്മുടെ ഗണപതി ഭഗവാന് സമർപ്പിക്കുന്ന. അങ്ങനെ നമ്മുടെ ദർശനമൊക്കെ വളരെയധികം സന്തോഷവും സമാധാനവും സമ്പൂർണ്ണമായി തന്നെ കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ അടുത്തായിട്ട് തന്നെ ഒരു ക്ഷേത്രകുളം ഉണ്ട് കേട്ടോ. പക്ഷേ അത് നമ്മുടെ ക്ഷേത്ര സന്നിധിയിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാനായി സാധിക്കും. പക്ഷെ നമുക്ക് അതിനകത്തോട്ട് പ്രവേശനമില്ല. നോ അഡ്മിഷനാണ് എഴുതിയിരിക്കുന്നത്. എന്നിരുന്നാലും ഗേറ്റ് തുറന്ന് കാലും കൈയൊക്കെ ഒന്ന് നനയ്ക്കാം. ഇറങ്ങാതിരുന്നാൽ മതി. വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ക്ഷേത്രം ഇറങ്ങി നമ്മളിനി ദർശനം കഴിഞ്ഞ് കുറച്ചധികം നേരം ക്ഷേത്രത്തിൽ ചിലവഴിച്ചതിന് ശേഷം നമ്മൾ പുറത്തോട്ട് ഇറങ്ങാനായിട്ട് പോവുകയാണ്. അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ക്ഷേത്രത്തിൻ്റെ ഒരു റൂട്ട് കാണിച്ചു തരാം. അതായത് നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥിതി ചെയ്യുന്ന ഇവിടെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു റൂട്ട് മാപ്പാണിത്. നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ കാണാനായി സാധിക്കുന്നതാണ്. ഞാനത് നിങ്ങളെ ഇപ്പോൾ കാണിച്ചെന്നേ ഉള്ളൂ. ആദ്യം കാണിക്കാൻ വിട്ടുപോയതാണ്. ഇതേവിടെ ട്രോഫിയുടെ രൂപത്തിലുള്ള ഒരു വഞ്ചിയും ഇരിപ്പുണ്ട്. ഇതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വീഡിയോയുടെ ആദ്യ ഭാഗത്ത്. ഞാനത് വിട്ടുപോയതല്ല, പോകാൻ നേരത്ത് പറയാമെന്ന് വിചാരിച്ചു. ഇനി പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേറൊരു ക്ഷേത്രം കാണാനായി സാധിക്കും. ഞാൻ കാണിച്ചു തരാം. വളരെ അടുത്തായിട്ട് ഇതേ ശ്രീ കാളി സഹിത ഭുവനേശ്വരി ക്ഷേത്രം, അമ്മയുടെ സന്നിധി ഇവിടെ അടുത്തായിട്ടാണ്. നിങ്ങൾ കണ്ടില്ലേ ആ ഒരു ഗോപുരം? ഇവിടെ വളരെ അടുത്തായിട്ട് തന്നെയാണ്. നമുക്ക് പോകാനുള്ള ബസ് അവിടെ കിടപ്പുണ്ട്. ഇതേ കണ്ടില്ലേ, നമ്മൾ അന്നദാനം കഴിച്ചില്ല കേട്ടോ. നമ്മളിപ്പോൾ രാവിലെ ഒരു സമയമായി വരുന്നതേ ഉള്ളൂ പ്രഭാത ഭക്ഷണത്തിൻ്റെയൊക്കെ. അങ്ങനെ നമ്മുടെ ദർശനമൊക്കെ നല്ലതുപോലെ കഴിഞ്ഞ് കുറച്ചധികം നേരം ക്ഷേത്ര സന്നിധിയിൽ ഇരുന്നതിന് ശേഷം ഒരു 10-15 ആയപ്പോൾ നമ്മൾ തിരിച്ചുള്ള യാത്രയ്ക്ക് ക്ഷേത്രത്തിന് മുമ്പിൽ നിന്ന് തന്നെ ബസ് കയറുകയാണ് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക്. ഒരു 10:30 കഴിഞ്ഞപ്പോൾ നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡിൽ എത്തി കേട്ടോ. ഇനി പരിപാടി രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിക്കണം. ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ആഹാരം കഴിക്കാനായി തീരുമാനിച്ചിട്ടുണ്ട്. ഹോട്ടൽ സെഞ്ചുറി എന്നാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര്. നമ്മളെന്തായാലും കയറി ഒരു സെറ്റ് ദോശ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 3 ദോശയും ചമ്മന്തിക്കറിയും പിന്നെ കൂടെ കടലയും കിഴങ്ങും കൂടെ ചേർന്നൊരു കറിയും കൂടെ ഉണ്ട്. പിന്നെ ഒരു ചായ ഞാൻ പറഞ്ഞായിരുന്നു. എല്ലാം കൂടി 55 രൂപയായി. നല്ല ഫുഡായിരുന്നു. അങ്ങനെ ആഹാരമൊക്കെ കഴിച്ച് ബസ് പിടിച്ച് നേരെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തി. സമയം രാവിലെ 11:20 ആവാൻ പോകുന്നതേ ഉള്ളൂ. നമ്മുടെ തിരിച്ചുള്ള യാത്ര ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ്. ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. നമ്മുടെ ഉച്ചഭക്ഷണം കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ റെസ്റ്റോറൻറ്റിൽ നിന്നുമായിരിക്കും കേട്ടോ. നല്ല റെസ്റ്റോറൻ്റാണ്. പ്ലാറ്റ്ഫോം നമ്പർ 1 തന്നെയാണ്. ഉച്ചഭക്ഷണം അവിടുന്ന് കഴിച്ച് രാത്രി ഡിന്നറിനുള്ള ഫുഡ് അവിടുന്ന് പാഴ്സൽ മേടിച്ച് ട്രെയിൻ കയറാനാണ് എൻ്റെ പ്ലാൻ. നമ്മൾ 1 മണിയായപ്പോൾ ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് വന്നു. ഇവിടെ 70 രൂപയാണ് ഒരു വെജ് മീൽസിന്. ഇവിടെ നിന്ന് ഫുഡ് അടി കഴിഞ്ഞിട്ട് നേരെ 1 മണിക്കൂർ AC വെയിറ്റിംഗ് ഹാളിലേക്ക് പോകുവാണ് കേട്ടോ. ഒന്ന് മേല് കഴുകണം, ഫ്രഷ് ആവണം, അത്രയേ ഉള്ളൂ. ഒരു 1:30 ആയപ്പോൾ കയറിയിട്ട് 2:30 ആകുമ്പോൾ ഇറങ്ങാനാണ് എൻ്റെ പ്ലാൻ. AC വെയിറ്റിംഗ് ഹാളിൽ കയറുന്നതിന് മുമ്പ് ഉച്ചഭക്ഷണം കഴിച്ച് ക്ലോക്ക് റൂമിൽ നിന്ന് നമ്മുടെ ലഗേജ് എടുക്കണം. ക്ലോക്ക് റൂമിൽ നിന്ന് ലഗേജും എടുത്ത് ഇവിടെ വന്നതിന് ശേഷം ഒരു 2:30 കഴിഞ്ഞ് ഇറങ്ങി ഒരു 2:45 നമ്മുടെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലുള്ള പ്ലാറ്റ്ഫോം നമ്പർ 1 നിന്ന് നൈറ്റത്തേക്ക് വല്ല ചപ്പാത്തിയും വെജ് മീൽ അങ്ങനെ എന്തെങ്കിലും മേടിച്ച് നേരെ കയറി ഒരു ചായയും കുടിക്കുക. അപ്പോൾ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ട്രെയിൻ ഇവിടെ വന്നിരിക്കും. ട്രെയിൻ നമ്പർ 163-48 ട്രിവാൻഡ്രം എക്സ്പ്രസ്സിലാണ് നമ്മുടെ മടക്കയാത്ര. 330 രൂപയാണ് സ്ലീപ്പർ ടിക്കറ്റ് ഒരാൾക്ക്. ഈ ട്രെയിൻ എല്ലാ ദിവസവും മാംഗ്ലൂർ സെൻട്രൽ നിന്നും ഉച്ചയ്ക്ക് ശേഷം 2:25 ആരംഭിച്ച് കോട്ടയം വഴി തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന ട്രെയിനാണ്. ഉച്ചയ്ക്ക് 2:25 മംഗലാപുരത്ത് നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ കാസർഗോഡ് എത്തുന്ന സമയം വൈകുന്നേരം 3 മണിയാണ്. ട്രെയിൻ കൊല്ലം എത്തുന്നത് അർദ്ധരാത്രി 2:30 കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും മറന്നു പോകല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.